श्रीहरये नमः। नारायण अखिलगुरो भगवन्नमस्ते। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അടുത്തത് പറയണേ, ബ്രഹ്മാവിന്റെ ഇത് ഇങ്ങനെ താമരയിൽ ഇരിക്കുക, നോക്കി 4 പാടത്ത് ഒന്നും കാണാനില്ല. എവിടുന്നാ വന്നാന്നറിയില്ല, ഏതിലാണ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കണത് ഈ താമര എന്നൊന്നും അറിഞ്ഞില്ല. അപ്പൊ അതെന്ത് ചെയ്തു ബ്രഹ്മദേവൻ എന്നുള്ളതാണ്. ഇതിന്റെ വൃത്തം പൃഥ്വി എന്നാണ് വൃത്തം കേട്ടാ. ഞാൻ വൃത്തം നിങ്ങൾക്ക് ക്ലാസ്സിൽ പിന്നെ പറഞ്ഞു തരും. ഏതായാലും പൃഥ്വി എന്നാണ് വൃത്തം എന്ന് ഓർമ്മ വയ്ക്കുക കേട്ടാ. ഇതില് ബ്രഹ്മദേവൻ ഇങ്ങനെ ഉത്ഥാപിത പത്മയോനി, പത്മത്തിൽ നിന്നും ചലിച്ച ബ്രഹ്മദേവൻ പിന്നെ എന്താ കാട്ടിയത് എന്നുള്ളത് നമുക്ക് നോക്കാനുള്ളത്. സ്ഥിതസകമലോദ്ഭവഃ തവ ഹി നാഭിഭംഗേരുഹേ കുതസ്വി ഈക്ഷണകുതൂഹലാദ് പ്രതിദൃശം വിവൃത്താനനഃ ചതുർവദനദാമഗാദ് വികസദഷ്ടദൃഷ്ട്യംബുജാ. ഇവിടെ എന്ത് ചെയ്തു? സ്ഥിത ഇരിക്കുകയാണ്. ഇതില് സ കമലോദ്ഭവ തവ നാഭിഭംഗേരുഹേ സ്ഥിത. ആ കമലത്തിൽ നിന്നും ഉണ്ടായവൻ അങ്ങയുടെ നാഭിയിൽ നിന്നും വന്നതായ പങ്കേരുഹത്തിൽ താമരയിൽ സ്ഥിത ഇരിക്കുകയാണ്. നിൽക്കുകയാണെന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഇരുന്നുകൊണ്ട്. അവിടെ സ്ഥിതനായി. എവിടെ? പങ്കേരുഹത്തിൽ. ഏത് പങ്കേരുഹത്തിൽ? തവ നാഭി പങ്കേരുഹി, അങ്ങയുടെ നാഭിയാകുന്ന പങ്കേരുഹത്തിൽ ഇരിക്കുകയാണ്. ആര്? കമലോത്ഭവ, താമരയിൽ നിന്നുണ്ടായോ. താമരയിൽ നിന്നുണ്ടായ പത്മജൻ അങ്ങയുടെ നാഭീകമലത്തിൽ ഇരുന്നു കൊണ്ട് കുതഹാസ്വിതം കുതസ്വിത് ഇതമംബുദൗ. കുതസ്വിത് എവിടെ നിന്നാണ്? ഇതം ഈ താമര, അംബുദം ഉദിതം ഈ സമുദ്രത്തില് എവിടുന്നാ ഈ താമര? ഇത് അനാലോകയന് എന്ന് കാണാൻ പറ്റിയില്ല. എവിടുന്നാ ഈ താമര വന്നത് എന്ന് ഒരു മേൽനോട്ടം നോക്കിയപ്പോ കാണാൻ പറ്റണില്ല, അത് മനസ്സിലാക്കാൻ പറ്റണില്ല. കുതസ്വിത് എവിടുന്ന ഇതം ഈ താമര, അംബുദവും ഈ സമുദ്രത്തിൽ, ഇതി അനാലോകയൻ എന്ന് നാലോകയൻ കാണാൻ സാധിച്ചില്ല. അപ്പൊ എന്താ? ഈ കാണാൻ സാധിച്ചില്ലെങ്കിൽ വിട്ടാ പറയാൻ വിട്ടില്ല. തദീക്ഷണ കുതൂഹലാത്, അതെവിടുന്നാ വരണ്ടെന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസ പൊട്ടിപ്പുറപ്പെട്ടു ഈ ബ്രഹ്മദേവന്റെ ഉള്ളിൽ. തദീക്ഷണ കുതൂഹലാത്, അത് കാണണം എന്നുള്ള, ഈക്ഷിക്കണം എന്നുള്ള കൗതൂഹലം കാരണം ഈക്ഷണ കുതൂഹലാൽ പ്രതിദൃശം വിവൃത്താനനഃ, 4 ദിക്കിലേക്ക് തല അങ്ങോട്ട് തിരിച്ചു. പ്രതിദിശം, ദിശം പ്രതി, ഓരോ ദിശത്തിലേക്കും, ദിശി ഓരോ ദിക്കിലേക്കും, വിവൃത്ത ആനനഃ, വിവൃത്തം തിരിച്ചവൻ, ആനനം മുഖം, മുഖത്തിനെ 4 പാടും ഒന്ന് തിരിച്ചപ്പോ എന്താ ഉണ്ടായെന്നറിയോ? ചതുർവദനദാം അഗാദ്, 4 മുഖമുള്ളവനായി മാറി. അതെങ്ങനെ? വികസദഷ്ടദൃഷ്ട്യംബുജാം, താമര അംബുജത്തെ പോലെ വിടർന്ന 8 കണ്ണുകളുള്ള 4 മുഖങ്ങളായി ഭവിച്ചു. വികസത് അഷ്ടദൃഷ്ട്യംബുജം, 8 ദൃഷ്ടികളാകുന്ന തലയോടുകൂടിയവനായി, ചതുർവദനത 4 മുഖമുള്ളവനായി അഭവത് ഭവിച്ചു. 8 കണ്ണും ഉണ്ടായി ബ്രഹ്മദേവൻ. നോക്കാനായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് മുഖം തിരിച്ചപ്പോ ഓരോ ഭാഗത്തേക്ക് ഓരോ തലയുണ്ടായി, അതിലൊക്കെ 2 കണ്ണും ഉണ്ടായി. അങ്ങനെ 8 കണ്ണുള്ള 4 മുഖമുള്ളവനായി തീർന്നു ഈ ബ്രഹ്മദേവൻ. അങ്ങനെയാണ് ചതുർവദനതയെ പ്രാപിച്ചത് എന്നാണ് പുരാണം. എവിടുന്നാണ് ഈ താമര എന്ന് കാണാൻ പറ്റാത്തത് കൊണ്ട് അതറിയാനുള്ള ജിജ്ഞാസ കാരണം 4 പാടും തന്റെ മുഖം തിരിച്ചപ്പോൾ 4 മുഖമുള്ളവനും 8 കണ്ണുള്ളവനുമായി തീർന്നു. നോക്കിക്കോളൂ എങ്ങനെയൊക്കെയാണെന്ന്. സഹ കമലോദ്ഭവ തവ
നാഭിപങ്കേരുഹേ സ്ഥിത അല്ലെ. കുതസ്വിത് ഇദം അംബുദൗ ഉദിതം ഇതി അനാലോകയൻ തദീക്ഷണ കുതൂഹലാത് പ്രതിദൃശം വിവൃത്താനനഃ വികസദഷ്ട്യദൃഷ്ട്യംബുജാം ചതുർവദനതാം അഗാത്. ഇതാണ് അന്യം. എങ്ങനെയൊക്കെയാണ് മലയാളം പറഞ്ഞു നോക്കൂ. ആ പത്മസംഭവനായ ബ്രഹ്മദേവൻ അങ്ങയുടെ ആ നാഭീകമലത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ഈ സമുദ്രത്തിൽ അല്ലെങ്കിൽ അമ്പുദം എന്ന് പറഞ്ഞ ജലസമൂഹത്തിൽ ഈ താമരപ്പൂവ് കുതസ്വിത് എവിടെ നിന്നാണ്, എന്തിൽ നിന്നാണ് അഭൂത് ഉണ്ടായത് എന്ന് അനാലോകയൻ കാണാൻ പറ്റിയില്ല, മനസ്സിലാക്കാൻ പറ്റിയില്ല. തദീക്ഷണ കൗതൂഹലാത് അപ്പൊ ആ പത്മത്തിന്റെ ഉത്ഭവസ്ഥാനം അറിയാനുള്ള ആഗ്രഹം കൊണ്ട് എന്ത് ചെയ്തു? പ്രതിദിശം വിവൃത്താനനഃ ഓരോ ദിക്കുകളിലേക്കും മുഖം അങ്ങോട്ട് തിരിച്ചപ്പോഴ് വികസത് അംബുജ ദൃഷ്ട്യംബുജം വികസിക്കുന്ന താമരയെ പോലുള്ള കണ്ണുകളോട് കൂടിയ 8 കണ്ണുകളോട് കൂടിയ ചതുർവദനതാം 4 മുഖങ്ങളെ പ്രാപിച്ചു. ഇതാണ് എനിക്ക് തരിക. എളുപ്പമാണ് ഈ പദ്യം, വലുതാണെങ്കിലും അല്ലെ. സഹ കമലോദ്ഭവ തവ നാഭിപങ്കേരുഹേ ഏവ സ്ഥിതഃ അംബുദൗ ഇദം കുതസ്വിത് ഉദിതം ഇതി അനാലോകയന് തദീക്ഷണ കുതൂഹലാൽ പ്രതിദിശം വിവൃത്താനനഃ വികസദഷ്ടദൃഷ്ട്യംബുജാം ചതുർവദനതാം അഗാത്. പദം പിരിക്കും നോക്കൂ. സ്ഥിതഃ സഹ കമലോദ്ഭവഃ തവ ഹി നാഭിപങ്കേരുഹേ കുതസ്വിത് ഇദം അംബുദൗ ഉദിതം ഇതി അനാലോകയൻ തദീക്ഷണ കുതൂഹലാൽ പ്രതിദിശം വിവൃത്താനനഃ ചതുർവദനതാം അഗാത് വികസദഷ്ടദൃഷ്ട്യംബുജാം വികസിക്കുന്ന 8 താമര കണ്ണുകളോട് കൂടിയവനായി തീർന്നു എന്നർത്ഥം. അപ്പൊ ഇവിടെ അംബുദൗ എന്ന് പറഞ്ഞു. അംബുധിഹി എന്ന് വെച്ചാൽ സമുദ്രമാണ്. ധീ എന്നുള്ള വാക്ക് വെള്ളത്തിന്റെ കൂടെ ചേർത്താൽ സമുദ്രം എന്നർത്ഥം വരും. അപ്പൊ അംബുധി എന്ന് പറഞ്ഞാൽ സമുദ്രം. അതിന്റെ സപ്തമി ആയപ്പോ കവൗ എന്നതുപോലെ അംബുദൗ. അതാണ് അവിടെ അംബുദൗ വാ എന്നുള്ളത്. ഇവിടെ അവിടെ സന്ധി വന്നു. എന്താണ്? അംബുദാവുദിതം എന്ന് പറഞ്ഞാൽ അയവായാവസന്ധി വന്നു. തിരിച്ചപ്പോ അംബുദൗ ഉദിതം. കേട്ടാ. അടുത്ത ശ്ലോകം നോക്കാം. എന്നിട്ട് എന്താ ഉണ്ടായത് എന്ന്. മഹാർണവവിഘൂർണിതം കമലമേവ തത്കേവലം വിലോക്യ തദുപാശ്രയം തവ തനും തു നാലോകയൻ കയേഷ കമലോദരേ മഹതി നിസ്സഹായോ ഹ്യഹം കുതസ്വിദിദമംബുജം സമജനീതി ചിന്താമഗാത്. ചിന്തയെ പ്രാപിച്ചു. എന്താണ് ചിന്ത? ഇതം അംബുജം, ഈ താമര കുതസ്വിത് എവിടുന്നാ ഉണ്ടായത് എന്നുള്ളതാണ് ചിന്താ വിഷയമായത്. കുതസ്വിത് ഇതം അംബുജം സമജനി, എവിടെ നിന്നാണ് ഈ താമര ഉണ്ടായത്? ഇതി എന്ന് ചിന്തയെ പ്രാപിച്ചു. ചിന്താം അഗാത്, ചിന്തയെ പ്രാപിച്ചു. അതെന്താ പറഞ്ഞ നോക്കൂ. മഹാർണവ വിഘൂർണിതം കമലമേവ തത്കേവലം. മഹാർണവ വിഘൂർണിതം, മഹാർണവം വലിയ കടൽ, പെരുങ്കടല്. ആ പെരുംകടലിൽ വിഘൂർണിതം ചാഞ്ചാടിക്കൊണ്ടിരിക്കുക. വെള്ളത്തിന്റെ വീതി ഇങ്ങനെ താമര തണ്ടും താമരയുമായിട്ട് ഇങ്ങനെ ഒലയ്യ. കമലമേവ കേവലം, ആ താമര മാത്രമായിട്ട് നിൽക്കുകയാണ്. താമരയുടെ ബേസൊട്ട് കാണാനില്ല. താമര എന്തിലാ നിൽക്കണത് എന്നുള്ളത് കാണാനില്ല. പക്ഷേ താമര മഹാർണവത്തിൽ കിടന്ന വിഘൂർണിതം അങ്ങും ഇങ്ങും ചലിച്ചുകൊണ്ടേയിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്തു? വിലോക്യതുപാശ്രയം തവ തനും തു നാലോകയൻ. പക്ഷെ എവിടെയോ ഇത് ഉറപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. വിലോക്യ തത് ഉപാശ്രയം, അത് ആ താമരപ്പൂവിനെ ആശ്രയമായിട്ട് ആരാണ് എന്ന് എന്ത് ചെയ്തു? തവ തനുന്തു നാലോകയൻ,
അങ്ങയുടെ ശരീരമാണ് ആശ്രയം എന്നുള്ളത് കണ്ടതുമില്ല. അങ്ങാണ് ഈ താമരയ്ക്ക് ആശ്രയമായിട്ടുള്ളത് എന്ന് മനസ്സിലായതുമില്ല. അതാണ് പറഞ്ഞ വിലോക്യ തതുപാശ്രയം. തതുപാശ്രയം, അതിനെ ആശ്രയിച്ചു നിൽക്കുന്നതായ തവ തനും, അങ്ങയുടെ ശരീരത്തെ ആലോകയൻ, കാണാനും കഴിഞ്ഞില്ല. കാണാൻ കഴിയാത്തവനായിട്ട് മഹതി ഇത് പറയാണ്. എന്താണ്? കയേഷ കമലോദരേ മഹതി നിസ്സഹായോഹ്യഹം. മഹതി കമലോദരേ, ഈ ഒരു കമലത്തിന്റെ ഉള്ളിലാണ് ഞാൻ ഇരിക്കുന്നത്. മഹത്തായിട്ടുള്ള ഒരു കമലം, ഒരു താമര, അതിൽ ഞാൻ ഒട്ട് ഇരിക്കുന്നുമുണ്ട്. കയേഷ, ഞാൻ ആരാ? ഈ ഉള്ളവൻ ആരാ? കഹ ഏഷഹ, ഏഷഹ അടിയൻ, കഹ ആര്, ഇതി എന്താ കാരണം? നിസ്സഹായോഗ്യം, നിസ്സഹായനായിട്ടായിരിക്കുന്നത്, ഏകാഗിയായിട്ട്, ആരുമാരും സഹായമില്ലാതെ ഈ താമരയുടെ ഉള്ളിലിരിക്കുന്ന ഞാൻ ആരാണ് എന്ന് ഇതം അംബുജം കുതസ്വിത്, ഈ താമര എവിടുന്നാ ഉണ്ടായത്? ഇതി ചിന്താമഗാത് എന്നാണ് ചിന്തയെ പ്രാപിച്ചത്. എന്ത് ചെയ്തു? പെരുങ്കടലില് ചാടിച്ചാടി നിൽക്കുകയാണ്, ചാഞ്ചാടി നിൽക്കുകയാണ്, വികൂർണിതമാണ്. അങ്ങനെയുള്ളതായ ആ താമരയെ എന്ത് ചെയ്തു? ആശ്രയമില്ലാതെ നിൽക്കുന്ന പോലെ എന്നർത്ഥം. എന്നാൽ അതിന് ആശ്രയമുണ്ട് എന്ന് നോക്കുമ്പോൾ തവ തനും ആലോകയം, അങ്ങയുടെ ശരീരമൊട്ട് കാണാനും ഇല്ല. ആ സമയത്ത് പറയാണ് നിസ്സഹായഹാഹം, നിസ്സഹായനായ ഞാൻ, മഹതി കമലോദരേ, ഈ വലിയ താമരയുടെ ഉള്ളില് ഏഷഹ കഹ, ഞാൻ ഇരിക്കുന്നുണ്ടല്ലോ, ഈ ഞാൻ ആരാ? ഇതി മാത്രമല്ല കുതസ്വിത് ഇതം അംബുജം, എവിടുന്ന ഈ താമര ഉണ്ടായത്? ഇതി ചിന്താം അഗാത് എന്നുള്ള ചിന്തയെ പ്രാപിച്ചു. ഇതൊക്കെയാണ് മനസ്സിൽ ടെൻഷൻ ഉണ്ടാക്കിയ കാര്യം. താൻ ഈ താമര കിടന്നിളകുന്നു, താമരയ്ക്ക് ഒരു ബേസ് ഉണ്ടാകുമെന്ന് വെച്ച് നോക്കിയാൽ ആരെയും കാണാനുമില്ല. എന്നാൽ ഞാൻ ഒറ്റയ്ക്ക് നിസ്സഹായനായിട്ട് ഈ താമരയുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള ഞാൻ ആരായിരിക്കും? മാത്രമല്ല ഈ താമര എവിടുന്നാ ഉണ്ടായത്? ഇങ്ങനെയുള്ള ചിന്തകളിലൊക്കെ പെട്ടു ആ ബ്രഹ്മദേവൻ. അതാണ് പറയുന്നത് സഹ ചിന്താമകാത്. എന്താണ് ചിന്തയ്ക്ക് പ്രധാന കാരണം? കുതസ്വിത് ഇതം അംബുജം ഇതി ചിന്താമക, എവിടുന്ന ഈ താമര എന്നുള്ളതാണ് ആദ്യ ചിന്ത. കയേഷ കമലോദരേ, ഈ കമലത്തിന്റെ ഉദരത്തിലിരിക്കുന്ന ഏഷഹ കഹ, ഈ ഞാൻ ആരാ? താൻ ആരാണെന്നും മനസ്സിലായില്ല. മാത്രമല്ല മഹാർണവ വികൂർണിതം കമലമേവ കേവലം, ആ വലിയ വെറും ജലപ്രളയത്തിൽ ഇളകിക്കൊണ്ടിരിക്കുന്ന കേവലം താമരയെ മാത്രമേ കണ്ടുള്ളൂ. തതുപാശ്രയം തനുംച അവലോകയൻ, ആലോകയൻ എന്ന പറഞ്ഞു. അതിനെ ആശ്രയിച്ചിരിക്കുന്ന അങ്ങയുടെ ശരീരമൊട്ട് കാണാനും പറ്റിയില്ല. അപ്പോഴാണ് ഈ വലിയ താമരയിൽ ഇരിക്കുന്ന ഞാൻ ആരാണ്, എവിടുന്ന ഈ താമര ഉദ്ഭവിച്ചത് എന്നുള്ള ചിന്തയൊക്കെ ആ ബ്രഹ്മദേവന് ഉണ്ടായി. ഇതാണ് അർത്ഥം. നോക്കൂ, മഹാർണവ വിഘൂർണിതം അല്ലെ, മഹാർണവത്തിലെ വിഘൂർണിതമായിരിക്കുന്ന തത് കമലം കേവലം ഏവ, ഒറ്റയ്ക്ക് ആ താമര മാത്രം. അപ്പൊ വിലോക്യ തതുപാശ്രയം, അത് എന്തിനെ പറ്റി പിടിച്ചാ നിക്കണേന്ന് നോക്കിയപ്പോഴ് തവ തനുന്തു നാലോകയം, അങ്ങയുടെ ശരീരമൊക്കെ കാണുമാറായതുമില്ല, കാണാനും പറ്റിയില്ല. അപ്പൊ കാണാതെ കണ്ട് തന്നെ മഹതി കമലോദരേ, ഈ വലിയതായ കമലത്തിന്റെ ഉള്ളിൽ നിസ്സഹായ ഹി ഏഷഹ കഹ, നിസ്സഹായനായിരിക്കുന്ന ഈ ഞാൻ ആരാണ്? മാത്രമാണോ ഇതം അംബുജം കുതസ്വിത്, ഈ താമര എവിടുന്നാ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്? ഇതി ചിന്താം അക എന്ന ചിന്തയെ പ്രാപിച്ചു. എങ്ങനെയൊക്കെ വന്നുകൊണ്ടോ ഈ മഹാർണവത്തിൽ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഈ ഒറ്റ താമരയിൽ അതിനെന്തെങ്കിലും ആശ്രയം ഉണ്ടാകുമോ എന്ന് പറഞ്ഞാൽ ആശ്രയത്തിന് കാരണഭൂതനായ അങ്ങയുടെ ശരീരത്തെ കാണാതെ ഇരിക്കുകയും ചെയ്തപ്പോൾ ഈ വലിയതായ താമരതലത്തിന്റെ ഉള്ളിൽ നിസ്സഹായനായി ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഈ ഞാൻ ആരാണ് എന്നും ഈ താമര എവിടുന്നാ ഉണ്ടായത് എന്നും ചിന്തയെ പ്രാപിച്ചു. ഇതാണ് സംഭവം കേട്ടാ. വരെ എങ്ങനെയൊക്കെയാണ്? മഹാർണവ വികൂർണിതം
കേവലം തത് കമലമേവ, അല്ലെങ്കിൽ കമലം കേവലമേവ എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. പറയാ വിലോക്യ തതുപാശ്രയം തവ തനും ന ആലോകയൻ മഹതി കമലോദരേ നിസ്സഹായഃ ഏഷഃ കഹ അഹം. ഏഷഃ അഹം കഹ, ഈ ഞാൻ ആര്, അങ്ങനെയാണ് നൽകുന്നത്. ഏഷഃ അഹം കഹ ഇതം അംബുജം കുദസ്വിത്, ഈ താമര എവിടുന്ന് സമജനി ഉണ്ടായി. ഇതി ചിന്താമവ, സമജനി ഉണ്ടായി. കുദസ്വിത് അംബുജം സമജനി, എവിടുന്ന ഈ താമര ഉണ്ടായത്? ഈ വക ചിന്തകള് ബ്രഹ്മദേവന്റെ ഉള്ളിൽ ഉണ്ടായി. പദം നോക്കിക്കോളോ. മഹാർണവ വിഘൂർണിതം കമലം ഏവ തത് കേവലം വിലോക്യ തദുപാശ്രയം തവ തനു ന തവ തനും തു ന ആലോകയൻ കഹ ഏഷഃ കമലോദരേ മഹതി നിസ്സഹായഃ ഹി അഹം കുദസ്വിദ് ഇദം അംബുജം സമജനി ഇതി ചിന്താം അവ. പദങ്ങൾ കിട്ടി. മഹാർണവ വിഘൂർണിതം തത് കമലം കേവലമേവ വിലോക്യ, താമര ഒറ്റയ്ക്ക് കണ്ടപ്പോൾ തതുപാശ്രയം, അതിനെന്തെങ്കിലും ഒരു ബേസ് ഉണ്ടാകുമല്ലോ എന്ന് അന്വേഷിക്കാൻ പോയി. തവ തനും തു നാലോകയൻ, അങ്ങയുടെ ശരീരത്തിനെ ഒട്ട് കാണാനും കഴിഞ്ഞില്ല. അപ്പൊ വിചാരിച്ചു മഹതി കമലോദരേ, ഈ വലിയതായ കമലത്തിന്റെ ഉദരത്തിൽ, കമലത്തിന്റെ ഉള്ളിൽ നിസ്സഹായഃ, നിസ്സഹായനായിരിക്കുന്ന ഏഷഃ അഹം കഹ, ഈ ഞാൻ ആരാ. ഇതം അംബുജം കുദസ്വിത് സമജനി, ഈ താമര എവിടുന്ന ഉണ്ടായത്. ഇത് ചിന്ത എന്ന ചിന്തയെ പ്രാപിച്ചു. ചിന്തയായപ്പോ എന്താണ്, പിന്നെയും ആലോചിക്കുകയാണ്. എന്താണ്, കാണാൻ പറ്റിയിട്ടില്ല ആരാണ് ഈ താമരക്ക് ആശ്രയം, ബേസ് എന്ന് കാണാൻ പറ്റിയിട്ടില്ല. അമുഷ്യ ഹി സരോരുഹ കിമപി കാരണം സംഭവേത് ഇതി സ്മ കൃത നിശ്ചയഃ സകലു നാളരദ്രാധ്വന സ്വയോഗ ബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢദീഹി ത്വദീയമതിമോഹനം നതു കളേബരം ദൃഷ്ടവാൻ. എന്ത് ചെയ്തു? കളേബരം തു ന ദൃഷ്ടവാൻ, ശരീരോട്ട് കണ്ടില്ല. എങ്ങനെ? ത്വദീയം അതിമനോഹരം കളേബരം തു ന ദൃഷ്ടവാൻ, അങ്ങയുടെ മനോഹരമായ ശരീരത്തെ കണ്ടില്ല. ന ദൃഷ്ടവാൻ, കണ്ടില്ല. അപ്പൊ എന്താണ്? അമുഷ്യ, അമുഷ്യ ഇതിന്റെ അസ്യ എന്നർത്ഥം. ഇതിന്റെ അസൗ അമു അമി എന്നുള്ളതിന്റെ ഷഷ്ടി. അമുഷ്യ ഇതിന്റെ, ഈ താമരയുടെ അല്ലെ, അമുഷ്യ സരോരുഹ, സരോരുട്ട് എന്ന പദം, അത് അതിന്റെ ഷഷ്ടി സരോരുഹ. സരോരുഹ പ്രഥമയല്ല എന്നർത്ഥം. അമുഷ്യ സരോരുഹ, ഈ താമരയുടെ കാരണം കിമപി സംഭവേ, കിമപി കാരണം സംഭവേ, ഈ താമരയുണ്ടാകാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ട്, അല്ലെങ്കിൽ അതിനൊരു ആശ്രയമുണ്ട്. എന്തിനോ ആണ് ഈ താമര വന്നിട്ടുള്ളത്. ഇതി സ്മ കൃത നിശ്ചയ എന്ന് അങ്ങോട്ട് മനസ്സിൽ ഉറപ്പിച്ചു ഈ ബ്രഹ്മദേവൻ. എന്താ കാരണം അങ്ങനെ ഉറപ്പിക്കാൻ? പ്രൗഢദീഹി, നല്ല ബുദ്ധിയുള്ളവനാണ്, ബുദ്ധി സാമർഥ്യം ഉള്ളവനായതുകൊണ്ട് വിചാരിച്ചു ഇതിന് എന്തോ ഒരു ആശ്രയ കാരണമുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് സഖലു, അദ്ദേഹമാകട്ടെ സ്വയോഗ ബലവിദ്യയ, തന്റെ യോഗശക്തി, തപശക്തി, തപസ് ചെയ്തിട്ടുണ്ടോ? തപാന്ന് പറഞ്ഞപ്പോ കുറെ ഇരുന്ന് സഹസ്രവർഷം തപസ് ചെയ്തതാണ്. ആ തപോബലമുണ്ടല്ലോ, സ്വയോഗ ബലവിദ്യയ, തന്റെ തപോബലമാകുന്ന ശക്തിയോടുകൂടി നാളരന്ധ്രധ്വന, രന്ധ്രം എന്ന് വെച്ചാൽ തൊള, അധ്വ എന്ന് വെച്ചാൽ വഴി, നാളരന്ധ്ര അധ്വന, താമരത്തണ്ടിന്റെ തുളയിന്റെ ഉള്ളിൽ കൂടെ ഉണ്ട്. ആ താമര നൂലുണ്ടല്ലോ, താമരത്തണ്ട്, അതിന്റെ തുള, അതാണ് മാർഗമാക്കിയത്. യോഗബലം ഉള്ളതുകൊണ്ട് ചെറുതായിട്ട് പോകാൻ പറ്റി. അതാണ് സ്വയോഗ ബലവിദ്യ എന്ന് പറയാൻ കാരണം. തന്റെ തപശക്തിയുടെ മഹാത്മ്യം കൊണ്ട് ആ താമരത്തണ്ടിന്റെ രന്ധ്രമാകുന്ന മാർഗത്തിലൂടെ
രന്ധ്രം തൊള അധ്വാ മാർഗം. ആ രന്ധ്രമാർഗത്തിലൂടെ സമവരൂഢവാൻ, അങ്ങനെ പതുക്കെ പതുക്കെ അവരൂഢനായി. അവരോഹണം ചെയ്യാച്ച ഇറങ്ങാന്നർത്ഥം. അവരൂഢൻ എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞപ്പോ ഇറങ്ങിന്നായി. അവരൂഢവാൻ, കഥവത് പ്രത്യേകം ഉപയോഗിച്ചു. അവരൂഢവാൻ ഇറങ്ങി. ഇറങ്ങിയപ്പോഴോ കണ്ടുവോ? ഇല്ല. അതിമോഹനം ത്വദീയം കളേബരം തു ന ദൃഷ്ടവാൻ. എന്നിട്ടും അദ്ദേഹത്തിന് അതിമനോഹരമായ അങ്ങയുടെ രൂപം കാണാൻ കഴിഞ്ഞില്ല. ബുദ്ധിമാനായിട്ടുള്ള ആ ബ്രഹ്മദേവനാകട്ടെ ഈ താമരപ്പൂ ഉണ്ടാകാൻ ഏതെങ്കിലും കാരണമുണ്ടായിരിക്കും എന്ന് കൃതനിശ്ചയ തീരുമാനിച്ചവൻ എന്ത് ചെയ്തു? സ്വയോഗ ബലവിദ്യ, തന്റെ തപോബലം കൊണ്ട് നാളരന്ധ്ര അധ്വന, ആ താമരത്തണ്ടിന്റെ തുളയാകുന്ന മാർഗത്തിലൂടെ അവരൂഢവാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി തപ്പിയൊക്കെ നോക്കി. പക്ഷേ തവ മനോഹരം തനും തു ന കളേബരം തു ന അവലോ, എന്നാൽ അങ്ങയുടെ മനോഹരമായ ഈ രൂപം അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. ഇതാണ് കാര്യം. മനസ്സിലായ? ആദ്യം തന്നെ പറയും, ഈ താമരപ്പൂവിന് ഉണ്ടാകാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും എന്ന് തീരുമാനിച്ചവനായി ബുദ്ധി സാമർഥ്യമുള്ള ആ ബ്രഹ്മദേവൻ സ്വന്തം തപശക്തിയാൽ ആ താമരത്തണ്ടിന്റെ തുളയാകുന്ന മാർഗത്തിലൂടെ താഴോട്ട് ഇറങ്ങിപ്പോയി. കുറെ ദൂരം ചെന്നു. എന്നിട്ടും ഇതിന് ബേസായിട്ടുള്ള ത്വദീയം അതിമനോഹരം കളേബരം ന ദൃഷ്ടം, അങ്ങയുടെ മനോഹരമായ ശരീരം കണ്ടില്ല. കാരണം കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നാണ്. ഇതിങ്ങനെ ഈ ക്രമത്തിൽ വേണം അന്വേഷിച്ചുകൊണ്ടിരാൻ. അതേ സ്വദ്വീയം അതിമനോഹരം കളേബരം ന ദൃഷ്ടമാനാണ് അവസാനം വരേണ്ടത്, അല്ലെ? എങ്ങനെയൊക്കെ? അവരൂഢവാൻ ഇറങ്ങി. ഇതിൽ കൂടെ നാളെ രന്ധ്ര അധ്വന സമവരൂഢവാൻ, ആ താമരത്തണ്ടിന്റെ തുളയാകുന്ന വഴിയിലൂടെ ഇറങ്ങി. ആ താമരത്തണ്ടിന്റെ എങ്ങനെ ഇറങ്ങി എന്ന് വെച്ചു, ഈ വലിയ പൊത്ത് ശരീരവും വെച്ച് ഇറങ്ങാൻ പറ്റുമോ? ഇല്ല. സ്വയോഗ ബലവിദ്യ, തന്റെ യോഗബലം കൊണ്ട് അതിന്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി, അല്ലെ? അതിന് കാരണം എന്താണ്? പ്രൗഢതീഹി, ബുദ്ധിമാനാണ്. ബുദ്ധിമാനായ അദ്ദേഹം യോഗബലം കൊണ്ട് താമരത്തണ്ടിൽ കൂടെ ഇറങ്ങി. എന്ത് ചെയ്തിട്ട്? കൃതനിശ്ചയ, തീരുമാനമെടുത്തിട്ട്. എന്താണ് കൃതനിശ്ചയനായത്? ഇതിന് എന്തെങ്കിലും അമുഷ്യ സരോരുഹ കിമവി കാരണം സംഭവേത്, അതാണ് ഉദ്ദേശം. ഈ താമരക്ക് എന്തെങ്കിലും ഒരു കാരണം കാണും. ഈ താമര ഉണ്ടാകാനുള്ള കാരണം എന്തോ ഉണ്ട്, അതെന്താണെന്ന് അറിയണം. ആരോ കാരണമാണ് ഈ താമര ഉണ്ടായിട്ടുള്ളത് എന്ന് വിചാരിച്ച് ബുദ്ധിമാനായിട്ടുള്ള ആ ബ്രഹ്മദേവൻ ഈ താമരത്തണ്ടിന്റെ തുളയാകുന്ന മാർഗത്തിലൂടെ സ്വന്തം യോഗവിദ്യയാൽ അങ്ങോട്ട് ഇറങ്ങിയിട്ട് സഞ്ചരിച്ചു. പക്ഷേ ത്വദീയം അതിമനോഹരം കളേബരം ന ദൃഷ്ടവാൻ, എന്നാൽ അങ്ങയുടെ മനോഹരമായ ശരീരത്തെ കണ്ടില്ല. അർത്ഥം മനസ്സിലായില്ലേ? ഇതാണ് അങ്ങേ ഭരണം. നോക്കിക്കോളാം പദം. അമുഷ്യ ഈ സരോരുഹ കിം അഭി കാരണം സംഭവേത് ഇതി സ്മ കൃതനിശ്ചയഃ സകലു നാളരന്ധ്രധ്വന സ്വയോഗബലവിദ്യയ സമവരൂഢവാൻ പ്രൗഢദീഹി ത്വദീയം അതിമോഹനം നാതു കളേബരം ദൃഷ്ടവാൻ. ഇതിലെ സമവരൂഢവാൻ ഒരെണ്ണം, ദൃഷ്ടവാൻ രണ്ടെണ്ണം ക്രിയയായിട്ട് ഉപയോഗിച്ചു കേട്ടാ. അങ്ങനെ പ്രവേശിച്ചു. അദ്ദേഹത്തിന്റെ രൂപം കണ്ടില്ല, എന്നാൽ തന്റെ ശ്രമം വിട്ടില്ല എന്ന് പറയാം. ഇനി അടുത്തത് പറയാണ്. തദഹ സകല നാളികാ വിവര മാർഗോ മാർഗയൻ പ്രയസ്യ ശതവത്സരം കിമപി നൈവ സന്തൃഷ്ടവാൻ നിവൃത്യ കമലോദരേ സുഖനിഷന്ന ഏകാഗ്രതീഹി സമാധിബലമാദദേ ഭവദനുഗ്രഹൈകാഗ്രഹീ. ഇവിടെ എന്ത് ചെയ്യുന്നു? തദഹ, അതിനുശേഷം സകല നാളികാ വിവര മാർഗോ മാർഗയൻ,
അദ്ദേഹം എന്ത് ചെയ്തു? ആ സകല നാളികാ വിവരമാർഗ താമരത്തണ്ടിന്റെ എവിടെയൊക്കെ തുള കണ്ടു അതിൽ കൂടെ ഒക്കെ താമരത്തണ്ടിന്റെ തുളകളിലൂടെ എന്ന് പറഞ്ഞു. വിവരം എന്ന് പറഞ്ഞ മലയാളത്തിലെ വിവരമല്ല, വിവരം എന്ന് പറഞ്ഞാൽ രന്ധ്രം, തുള, ദ്വാരം. ഇവിടെ പറയണ സകല നാളികാ വിവരമാർഗ, എല്ലാ നാളികയുടെ എല്ലാ ദ്വാരത്തിന്റെ മാർഗത്തിലൂടെ ഗഹ പോകുന്നവനായിട്ട്, മാർഗത്തിൽ കൂടെ സഞ്ചരിക്കുന്നവനായിട്ട്. എന്തിനാ സഞ്ചരിച്ചത്? മാർഗയന് അന്വേഷിച്ചുകൊണ്ട്. ഇവിടെ മാർഗയതി എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുന്നു എന്നർത്ഥം. മാർഗം എന്ന് വെച്ചാൽ അന്വേഷിക്കപ്പെടേണ്ട വസ്തു. മാർഗകൻ എന്ന് പറഞ്ഞാൽ വഴി കൂടെ നടക്കുന്നവൻ എന്നർത്ഥം. ഇവിടെ സകല നാളികാരന്ധ്ര മാർഗം, എല്ലാ താമരത്തണ്ടിന്റെ ദ്വാരങ്ങളിലൂടെയും സഞ്ചരിച്ചുകൊണ്ട് മാർഗയന് അന്വേഷിക്കുകയായിരുന്നു. എത്ര കാലം എന്ന് ചോദിച്ചു? പ്രയസ്യ ശതവത്സരം. ശതവത്സരം പ്രയസ്യ എന്ന് പറഞ്ഞു. 100 വർഷക്കാലം. ദിവ്യവർഷമാണ് കേട്ടോ. ദേവവർഷത്തില് 100 വർഷക്കാലം. പ്രയസ്യ പ്രയാസപ്പെട്ടു, കുറെ പ്രയത്നിച്ചിട്ടും കിമപി ന ഏവ സന്ദൃഷ്ടവാൻ, ഒന്നും തന്നെ കണ്ടില്ല. ഇത്രയൊക്കെ പാടുപെട്ടിട്ടും യാതൊന്നും തനിക്കുള്ളതായ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടണ്ടേ? കിട്ടി? ഒന്നും കിട്ടിയില്ല. ന ഏവ സന്ദൃഷ്ടവാൻ, ഒന്നും കണ്ടില്ല. എന്ത് ചെയ്തു? നിവൃത്യ മടങ്ങി വന്നു. നിവൃത്യ കമലോദരേ സുഖനിഷണ്ണ, തിരിച്ചു വന്നു. ആ കമലത്തിന്റെ ഉള്ളിൽ തന്നെ കയറിയിരുന്നു. തന്റെ ഇരിപ്പിടത്തിൽ തന്നെ ആദ്യ കയറി ഗമയിലിരുന്നു. കമലോദരേ നിഷണ്ണ, ഇരുന്നിട്ട് എങ്ങനെ? ഏകാഗ്രതീഹി, മനസ്സിനെ ഏകാഗ്രമാക്കി ബുദ്ധിയെ ഏകാഗ്രമാക്കിയിട്ട് ഭവദനുഗ്രഹൈകാഗ്രഹി, കണ്ടോ? ഭവദനുഗ്രഹ ഏക ആഗ്രഹി, അങ്ങയുടെ അനുഗ്രഹം മാത്രം ആഗ്രഹിക്കുന്നവനായിട്ട്. ഭവദനുഗ്രഹ ഏക ആഗ്രഹി, ഭവദനുഗ്രഹേകാഗ്രഹി, അങ്ങയുടെ അനുഗ്രഹം മാത്രം കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചുകൊണ്ട് സമാധി ബലം ആദധേ, സമാധി എന്നുള്ള ബലത്തെ, ഉറച്ച സമാധി ബലം, ഉറച്ച സമാധിയെ ആദധേ സ്വീകരിച്ചു. ഉറച്ചങ്ങടെ സമാധിയിലിരുന്നു. എന്താ ഉദ്ദേശം? ഭവത് അനുഗ്രഹൈകാഗ്രഹി, അങ്ങയുടെ അനുഗ്രഹം കിട്ടണം എന്നൊരൊറ്റ ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് അങ്ങടെ സമാധിയെ പ്രാപിച്ചു. ഇതെങ്ങനെ എളുപ്പമാണ് ഇതിന്റെ അന്വയം. കാരണം തതഹ സകല നാളിക വിവരമാർഗോ മാർഗയൻ ശതവത്സരം പ്രയസ്യ സന്ദൃഷ്ടവാൻ നിവൃത്യ കമലോദരേ സുഖനിഷണ്ണഃ ഏകാഗ്രതീഹി ഭവദനുഗ്രഹൈകാഗ്രഹി സമാധിബലം ആദധേ. എളുപ്പമായി പദ്യത്തിന് എടുത്തെടുക്കാൻ. അർത്ഥം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നെറ്റ് പറഞ്ഞു പോയത്. അതായത് വാസ്തവത്തില് എവിടെ പോയിട്ടും ഒന്നും കണ്ടില്ല. സന്ദൃഷ്ടവാൻ ന സന്ദൃഷ്ടം, കണ്ടില്ല. ഉടനെ ഏകാഗ്രതയായി, ഏകാഗ്രതീച്ച ഒരിടത്ത് മാത്രം കേന്ദ്രീകരിച്ച ബുദ്ധിയോടുകൂടിയവനായി ഭഗവാനെ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭവത് അനുഗ്രഹൈകാഗ്രഹി, ഭഗവാന്റെ അനുഗ്രഹത്തെ നേടിയെടുക്കണമെന്നുള്ള ആശയോടുകൂടി സമാധി ബലമാതേ, ഉറച്ച സമാധിയെ സ്വീകരിച്ചു, പ്രാപിച്ചു, ധരിച്ചു. അന്വയം എളുപ്പമല്ലേ? ഇനി തതഹ സകല നാളികാ വിവരമാർഗഗഃ മാർഗയൻ പ്രയസ്യ ശതവത്സരം കിം അപി ന ഏവ സന്ദൃഷ്ടവാൻ നിവൃത്യ കമലോദരേ സുഖനിഷണ്ണഃ ഏകാഗ്രതീഹി സമാധിബലം ആദധേ ഭവദനുഗ്രഹൈകാഗ്രഹി. അടുത്ത ശ്ലോകം പറയാണ്. ഇങ്ങനെ കുറെ കാലം സമാധിയിലിരുന്നു. ശതേന പരിവത്സരൈഹി ദൃഢസമാധിബന്ധോല്ലസത് പ്രബോധ വിശദീകൃതഃ സകലു പദ്മിനീ സംഭവഃ അദൃഷ്ടചരമദ്ഭുതം തവ ഹി രൂപമന്തർദൃശ വ്യചഷ്ട പരിതുഷ്ടധീർ
ഭുജഗഭോഗഭാഗാശ്രയം. അതിലെന്താ പറഞ്ഞത്? വ്യചഷ്ട, കണ്ടു എന്നാണ് ക്രിയ. എങ്ങനെ കണ്ടു? നേരിട്ട് കണ്ടില്ല. അന്തർദൃശാ വ്യചഷ്ട, തന്റെ ഉൾക്കണ്ണുകൊണ്ട്, ജ്ഞാന കണ്ണുകൊണ്ട് കണ്ടു, ദിവ്യ ദൃഷ്ടി കൊണ്ട്, അന്തർദൃശ, അന്തർദൃഷ്ടി കൊണ്ട് കണ്ടു. എങ്ങനെയുള്ള രൂപത്തിനെയാണ് കണ്ടത്? അദൃഷ്ടചരം അദ്ഭുതം ഭുജഗഭോഗഭാഗാശ്രയം തവഹ രൂപം തവഹി രൂപം. തവഹി രൂപം അന്തർദൃശാവചഷ്ടം, അങ്ങയുടെ രൂപത്തെ ദിവ്യദൃഷ്ടി കൊണ്ട് കണ്ടു. എങ്ങനെയുള്ള രൂപം? അദൃഷ്ടചരം, അദൃഷ്ടചരമായിട്ടുള്ളത്, മുമ്പ് ഇതുവരെ കണ്ടിട്ടില്ലാത്തത്, അദൃഷ്ടമാണ്, അദൃഷ്ടചരം. പിന്നെയോ അദ്ഭുതം, അത്ഭുതം തോന്നിക്കുന്ന തരത്തിലുള്ളത്. ഭുജഗഭോഗഭാഗാശ്രയം, ഭുജകന്റെ, ഭുജകൻ എന്ന് വെച്ചാൽ സർപ്പം, ആദിശേഷൻ. ആ ആദിശേഷന്റെ ഭോഗം എന്ന് പറഞ്ഞ ശരീരം. അപ്പൊ പറയണ ഭുജഗഭോഗഭാഗാശ്രയം, ആദിശേഷന്റെ ശരീരത്തിന്റെ ഒരു ഭാഗത്തെ ആശ്രയിച്ചിരിക്കുക. അങ്ങനെയുള്ള രൂപത്തിനെ, ആ രൂപത്തിനെയാണ് അന്തർദൃശ വ്യചഷ്ട, ദിവ്യദൃഷ്ടി കൊണ്ട് കണ്ടത്. ഭഗവാൻ ആദിശേഷന്റെ ശരീരത്തെ ഒരു ഭാഗത്ത് കിടന്ന്, ഭോഗം എന്നുള്ളതിന് ശരീരം എന്നർത്ഥം, പറഞ്ഞാൽ സർപ്പം എന്നർത്ഥം. ഭുജഗഭോഗം, സർപ്പത്തിന്റെ ശരീരം, അതിന്റെ ഒരു ഭാഗം, ആ ഭാഗത്തെ ആശ്രയം, ആശ്രയിച്ചിരിക്കുന്ന, അങ്ങനെ ഭുജഗഭോഗഭാഗാശ്രയമായ ഭഗവത് രൂപം, ഭഗവാന്റെ രൂപത്തെ അന്തർദൃശ വ്യചഷ്ട, തന്റെ ഉൾക്കണ്ണുകൊണ്ട് കണ്ടു. ആരാണ് ഇവിടെ കണ്ടത്? പത്മിനി സംഭവ. കണ്ടതാരാണ്? പത്മിനി സംഭവൻ. പത്മിനി എന്ന് പറഞ്ഞാൽ പത്മം എന്നുള്ള അർത്ഥത്തെ, പത്മിനി താമര എന്നുള്ള അർത്ഥം ഇവിടെ പറയണുള്ളൂ. പത്മിനി പൊയ്കാന്ന ശരിക്കർത്ഥം. ഇവിടെ പത്മിനി സംഭവ, ആ പൊയ്കയിൽ ഉണ്ടായിരുന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു എന്ന് മാത്രം. താമരയിൽ ഉണ്ടായിട്ടുള്ള ഭഗവാൻ എങ്ങനെ ഇരുന്നപ്പോഴാണ് കണ്ടത്? അതിന്റെ മുമ്പില് സകലു പത്മിനി സംഭവ പ്രബോധ വിശദീകൃത, പ്രബോധനായി, ജ്ഞാനം വന്നു, അതുകൊണ്ട് വിശദീകൃതൻ, മനോമാലിന്യങ്ങളൊക്കെ നീങ്ങി. മനസ്സിലെ മാലിന്യങ്ങളില്ലെങ്കിൽ ഭഗവാനെ നമുക്ക് കാണാം. തെരശീല പോലെ നിൽക്കുന്നതൊക്കെ മാലിന്യങ്ങളാണ്. അതിനെയൊക്കെ അങ്ങോട്ട് മാറ്റിയാൽ എന്താ കാരണം? മനോമുകുരം എന്നാണ് സങ്കല്പം. മനസ്സൊരു കണ്ണാടിയാണെന്ന്, മനോമുകുരമാണ്. ആ കണ്ണാടിയിലെ പൊടിയും പൊള്ളലും പൊട്ടലും ഒന്നും ഇല്ലെങ്കിൽ ക്ലീൻ ആയിട്ട് നമുക്ക് ഭഗവാനെ കാണാം. മനസ്സിലുള്ളതായ അഴുക്കുകളാണ് കാമക്രോധാദികൾ, അതൊക്കെ പോണം. അവിടെ വിശദീകൃത, അത് വ്യക്തമായി നിർമ്മലമായിരുന്നു. പ്രബോധ വിശദീകൃത, ജ്ഞാനം കൊണ്ട് തെളിഞ്ഞു പ്രകാശിക്കുന്നതായിരുന്നു. എങ്ങനെ? ദൃഢസമാധി ബന്ധോല്ലസത്, ഉറച്ച സമാധിയെ ബന്ധിപ്പിച്ചിരുന്നല്ലോ മനസ്സിലെ. ഉറച്ച സമാധി ബന്ധം, ഉറച്ചതായ സമാധിയെ ബന്ധിപ്പിച്ചിരുന്നത് കൊണ്ട് ഉല്ലസത് പ്രബോധ, ജ്ഞാനം അങ്ങോട്ട് ഉണർന്നു കഴിഞ്ഞപ്പോഴോ വിശദീകൃത, മനോമാലിന്യമൊക്കെ പോയി ക്ലീൻ ആയി. അങ്ങനെയുള്ളത് എത്ര നാൾ വേണ്ടി വന്നു അതിന്? ഒരു ദിവസം 2 ദിവസമല്ല. ശതേന പരിവത്സരൈഹി, 100 വർഷങ്ങളെ കൊണ്ട്, ദിവ്യ 100 വർഷങ്ങളെ കൊണ്ട്. ശതേന ഏകവചനം പ്രയോഗിച്ചു, കണ്ടില്ലേ? ശതൈഹി എന്ന് പറഞ്ഞാൽ പല നൂറാവും. ശതേന എന്ന് പറഞ്ഞു ഒരു 100 ദിവ്യവത്സരങ്ങളെ കൊണ്ട് പത്മിനി സംഭവൻ ശതേന പരിവത്സരൈഹി ദൃഢ സമാധി ബന്ധോല്ലസത് പ്രബോധ വിശദീകൃത. ഇതൊക്കെ അങ്ങോട്ട് പോയി, എന്നിട്ട് ഇങ്ങോട്ട് എടുത്തു. അപ്പൊ അതുകൊണ്ട് എന്തുണ്ടായി? പരിതുഷ്ടധീഹി, സന്തോഷിച്ച മനസ്സോടായി, ആനന്ദപ്പെട്ടു മനസ്സില്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദൃഷ്ടചരം അദ്ഭുതം, അദൃഷ്ടചരം, ഇതിനു മുമ്പിൽ കാണാത്ത അത്ഭുതമായതും ഭുജഗഭോഗഭാഗാശ്രയം തവ രൂപം, ആ ആദിശേഷന്റെ മീതെ പള്ളി കൊള്ളുന്നവനായ അങ്ങയുടെ രൂപത്തെ എങ്ങനെ കണ്ടു? അന്തർദൃശാവ്യചഷ്ട, ഉള്ളിലുള്ള ആ അകക്കണ്ണുകൊണ്ട് ദർശിച്ചു. അതായത് ഹൃദയാന്തർഭാഗത്ത് വിളങ്ങി എന്നർത്ഥം. ഭഗവാന്റെ രൂപം ഹൃദയാന്തർഭാഗത്ത് വിളങ്ങി. അത് ഇതിനു മുമ്പ് കാണാത്തതായിരുന്നു. അതും ശരിക്കും ആ ഭഗവാന്റെ രൂപം എങ്ങനെ പ്രവേശിച്ചു? വളരെ
ആദിശേഷന്റെ മീതെ പള്ളി കൊള്ളുന്ന ഭഗവത് രൂപമാണ് ഉള്ളിൽ പ്രവേശിച്ചത്. അതിന് കാരണം എന്താണ്? പ്രബോധ വിശദീകൃതനായിരുന്നു. ജ്ഞാനം കൊണ്ട് അതെങ്ങനെ ചിരസമാധി ഉല്ലസ, കുറെ കാലമായി സമാധിയിൽ ഇരുന്നത് കൊണ്ട് നേടിയെടുത്ത ജ്ഞാനം കൊണ്ട് വിശദീകൃതമായിരുന്നു മനസ്സ്. അങ്ങനെയുള്ള പത്മിനി സംഭവം എത്ര കാലം എടുത്തു ആ ജ്ഞാനം കിട്ടാൻ? ശതേന പരിവത്സരം. അപ്പൊ എവിടെ ഇങ്ങനെ കൊന്നു നോക്കൂ അല്ലെ? സ പത്മിനി സംഭവ ഖലു ശതേന പരിവത്സരൈഹി ദൃഢസമാധി ബന്ധോല്ലസ പ്രബോധ വിശദീകൃത അദൃഷ്ടചരം അദ്ഭുതം പരിതുഷ്ടദീഹിയും കൂടെ എടുക്കാൻ പ്രഥമ. പത്മിനി സംഭവ എന്ന് തുടങ്ങി പത്മിനി സംഭവ സഹ ശതേന പരിവത്സരൈഹി ദൃഢസമാധി ബന്ധോല്ലസത് പ്രബോധ വിശദീകൃത പരിതുഷ്ടദീഹി അദൃഷ്ടചരം അദ്ഭുതം ഭുജഗഭോഗാശ്രയം തവ രൂപം അന്തർദൃശ വ്യചഷ്ട. ഹി എന്നുള്ളൊരു വാക്ക് അവിടെ ഉണ്ട്. ഇപ്പൊ മനസ്സിലായില്ലോ? ഒരിക്കൽ കൂടെ പറയാം. സഹാപത്മിനി സംഭവ ഖലു ശതേന പരിവത്സരൈഹി ദൃഢസമാധി യോഗോല്ലസ പ്രബോധ വിശദീകൃത പരിതുഷ്ടദീഹി അദൃഷ്ടചരമദ്ഭുതം ഭുജഗഭോഗഭാഗാശ്രയം തവ രൂപം അന്തർദൃശ വ്യചഷ്ട. ഇനി ശതേന പരിവത്സരൈഹി ദൃഢസമാധി ബന്ധോല്ലസത് പ്രബോധ വിശദീകൃത സഖലു പത്മിനി സംഭവ അദൃഷ്ടചരം അദ്ഭുതം തവ ഹി രൂപം അന്തർദൃശ വ്യചഷ്ട പരിതുഷ്ടദീഹി ഭുജഗഭോഗഭാഗാശ്രയം. ഭുജഗൻ പാമ്പ്, ഭോഗം ശരീരം, അതിന്റെ ഭാഗം ഭുജഗഭോഗഭാഗാശ്രയം. പക്ഷെ പാമ്പിന് മറ്റൊരു പേരുണ്ട്, ഭോഗി എന്ന്. കേട്ടാ, ഓർമ്മ വെക്കണം. ഭോഗി എന്ന് പറഞ്ഞാൽ സർപ്പം. അവിടെ ശരീരമുള്ളവൻ അർത്ഥത്തിലല്ല. ഇവിടെ പറഞ്ഞപ്പോ ഞാൻ ഭോഗത്തിന് ശരീരം, പാമ്പിന്റെ ശരീരം എന്ന് പറഞ്ഞു. ഇനി അടുത്ത ഇത് പറയാൻ എങ്ങനെയുള്ള രൂപം നമുക്ക് പല പ്രാവശ്യവും പറഞ്ഞു തന്നുണ്ട് അല്ലെ? അതുകൊണ്ട് അത് എളുപ്പം. കിരീടമകുടോല്ലസത് കടകഹാരകയൂരയും യുക്ക് എന്നാണ് വാക്ക്. ഇപ്പുറത്തെ മാന്ന് വന്നതുകൊണ്ട് യുങ്ങനായിന്നേ ഉള്ളൂ കേട്ടോ. കിരീടമകുടോല്ലസത് കടകഹാരകയൂരയുഗ് മണീസ് ചേർത്തി പറയാം, കുഴപ്പമില്ല. മണിസ്ഫുരിതമീഖലം സുപരിവീതവീതാംബരം കളായ കുസുമപ്രഭം ഗളതലോല്ലസൽകൗസ്തുഭം ബഭുസ്തവൈഭാവയേ കമലജന്മനേ ദർശിതം. നാരായണഭട്ടതിരി പറയാണ്, കമലജന്മനേ ദർശിതം തവ ബഭുഹു അഹംഭാവയേ. കമലജന്മാവിനെ കാണിച്ചു കൊടുത്തില്ലേ? കമലജന്മാവിന് ത്വയാ ദർശിതം, അങ്ങയാൽ ദർശിപ്പിക്കപ്പെട്ടതായ വപുഹു ശരീരത്തിനെ അഹംഭാവയെ ഞാനും മനസ്സിൽ കാണുന്നു. ഇതാണ് പറഞ്ഞത്. എങ്ങനെയുള്ള രൂപമാണ് കമലജന്മന് കാണിച്ചു കൊടുത്തത്? കിരീടമകുടോല്ലസൽ. കിരീടവും മകുടവും ഒന്ന് തന്നെയാ ശരിക്കല്ലേ? കുറച്ച് ഭേദം ഉണ്ടാവാം. ഏതായാലും പറഞ്ഞു കിരീടമകുടോല്ലസത്. കിരീടവും അതിന്റെ പിന്നിലും മകുടവും വെച്ചിട്ടുണ്ടാകാം. ഏതായാലും കിരീടമകുടോല്ലസത് പോരാ. കടക ഹാര കേയൂരയുക്ക്. കടകം വള, ഹാരം മാല, കേയൂരം തോൾവള. കടക ഹാര കേയൂരയുക്ക് അതൊക്കെ കൊടുത്തു. പിന്നെ മണിസ്ഫുരിതമേഖലം, മണീൻസരത്നം. സ്ഫുരിതം എന്ന് വെച്ചാൽ തിളങ്ങുന്നത്. മണിസ്ഫുരിത മേഖലം, അതായത് അരയില് രത്നങ്ങൾ പതിച്ച അരഞ്ഞാണം കെട്ടിയിട്ടുണ്ട്. അങ്ങനെ അരഞ്ഞാണത്തോട് കൂടിയ ശരീരമാണ്. ശരീരത്തിനെയാണ് വിശേഷം. എല്ലാം നപുംസകലിംഗത്തെ പ്രയോജനം. രൂപം അന്തർദശ വ്യചഷ്ട എന്നല്ലേ പറഞ്ഞത്? ആ രൂപത്തിനെ കണ്ടു എന്നാ പറഞ്ഞു. അപ്പൊ ആ രൂപം എന്നുള്ളത് നപുംസകലിംഗ പദമായതുകൊണ്ട് എല്ലാത്തിനും നപുംസകലിംഗമാക്കി. ഇവിടെ വപുഹു എന്ന് പറയാൻ പോണു. അത് എന്തായാലും നപുംസകലിംഗം. പിന്നെ എന്ത് ചെയ്തു? സുപരിവീത പീതാംബരം. മനോഹരമായി മോടിയില് ആയിട്ട് വളരെ മനോഹരമായിട്ട് പരിവീതം ചുറ്റപ്പെട്ടതാണ് പീതാംബരം. മനോഹരമായിട്ട് പീതാംബരം ചുറ്റിയിരിക്കുന്നു. കളായ കുസുമപ്രഭം. കളായ കുസുമം എന്ന് പറഞ്ഞാൽ കായാമ്പു പുഷ്പം. ആ കായാമ്പുവിന്റെ നിറമാണ്.
കായാമ്പൂ പുഷ്പത്തിന്റെ പ്രഭയോട് കൂടിയത്. ഗളതലോല്ലസത് കൗസ്തുഭം. ഗളം എന്ന് പറഞ്ഞാൽ കഴുത്ത്, ഗളതലം കഴുത്തിന്റെ ഇതില്, ഉല്ലസ ശോഭിക്കുകയാണ് കൗസ്തുഭരത്നം. കഴുത്തില് കൗസ്തുഭരത്നം അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കമലജന്മനെ ദർശിതം തവ വപുഃ. കമലജന്മാവിന് കാണിച്ചു കൊടുക്കപ്പെട്ട അങ്ങയുടെ ശരീരത്തെ അഹം ഭാവയേ, ഞാൻ മനസ്സിൽ ധ്യാനിക്കുന്നു എന്ന് നാരായണ ഭട്ടതിരി പറഞ്ഞതാ. പിന്നെ കടകം, കിരീടം, കെയ്യൂരം, ഹാരം, എല്ലാം ധരിച്ചിട്ടുണ്ട്. രത്നം പതിച്ചതായ വളാന്ന് ശോഭിക്കുന്നതായ അരഞ്ഞാണം അരയിലുണ്ട്. മാത്രമല്ല കഴുത്തില് പ്രകാശിക്കുന്ന കൗസ്തുഭരത്നം അണിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു രൂപമല്ലേ അങ്ങ് കമലജന്മാവിന് കാണിച്ചു കൊടുത്തത്? ആ രൂപത്തെ ഞാനും മനസ്സിൽ ധ്യാനിക്കുന്നു എന്ന്. അപ്പൊ അന്വയം എളുപ്പാണ് ഇതില്. കിരീടമകുടോല്ലസത് കടകഹാര കെയ്യൂരയുഗ് മണിസ്ഫുരിതമേഖലം സുപരിവീത പീതാംബരം കളായ കുസുമപ്രഭം ഗളതലോല്ലസ കൗസ്തുഭം കമലജന്മനെ ദർശിതം തത് അയിന്ന് മുമ്പ് വിഴുന്നു. തത് വപുഃ ഭാവയേ. ഇത്രയേ ഉള്ളൂ. അന്വയം എളുപ്പം. ആയിട്ട് പറഞ്ഞ കേട്ടാ. അപ്പൊ നോക്കിയ കിരീടമകുടോല്ലസത് കടകഹാര കേയൂരയുഗ് യോജിച്ചത് എന്നർത്ഥം. മണിസ്ഫുരിത മേഖലം സുപരിവീത പീതാംബരം കളായ കുസുമപ്രഭം ഗളതലോല്ലസത് കൗസ്തുഭം വപുഃ തത് അയി ഭാവയേ കമലജന്മനെ ദർശിതം. അതിലെ വാക്ക് വപുഃ തത് അയി മാത്രമേ തിരിക്കാനുള്ളൂ, ബാക്കി പറയുക. അത് കഴിഞ്ഞ് ഉടനെ നമ്മുടെ ഭാഗവതത്തില് 25 ശ്ലോകങ്ങളെ കൊണ്ടാണ് ബ്രഹ്മസ്തുതി. 25 ശ്ലോകങ്ങളെ കൊണ്ട് ബ്രഹ്മൻ സ്തുതിച്ചത് ഇവിടെ ഒരൊറ്റ വാക്കിലെ പറഞ്ഞു നോക്കൂ. ശ്രുതി പ്രകരദർശിത പ്രചുര വൈഭവ ശ്രീപദേ ഹരേ ജയ ജയ പ്രഭോ പദമുപൈഷിദിഷ്ട്യാദൃശോഹോ കുരുഷ്വതിയമാസു മേ ഭുവന നിർമ്മിതൗ കർമ്മഠാം ഇതി ദ്രുഹിണ വർണ്ണിത സ്വഗുണവം ഹിമാ പാഹി മാം. എന്താണ്? ദ്രുഹീണ വർണ്ണിത സ്വഗുണവം ഹിമാ മാം പാഹി. എന്നെ രക്ഷിക്കട്ടെ. മാം പാഹി, എന്നെ രക്ഷിക്കട്ടെ. എന്താണ് രക്ഷിക്കേണ്ടത്? ദ്രുഹിണൻ എന്ന് വെച്ചാൽ ബ്രഹ്മദേവൻ. ദ്രുഹീണ വർണ്ണിതം, ബ്രഹ്മാവിനാൽ വർണ്ണിക്കപ്പെട്ട സ്വഗുണ ബംഹിമ, സ്വന്തം മഹിമയുണ്ടല്ലോ, ആ മഹിമ എന്തു വേണം? അല്ലെങ്കിൽ മഹിമയുള്ളവനായ അങ്ങ്. മഹിമാന്ന് പുല്ലിംഗായിട്ട് പറഞ്ഞു. അപ്പൊ ഇത് ദ്രുഹിണ വർണ്ണിത സ്വഗുണ മഹിമാത്വം. ഇപ്രകാരം ബ്രഹ്മദേവനാൽ വർണ്ണിക്കപ്പെട്ട മാഹാത്മ്യത്തോടുകൂടിയ മഹാനായ അങ്ങ് മാംപാഹി, എന്നെ രക്ഷിച്ചാലും. ഇതാണ് പ്രാർത്ഥന. എങ്ങനെ? ശ്രുതി പ്രകരദർശിത പ്രചുര വൈഭവ. സംബോധന ചെയ്ത് പറഞ്ഞത് എന്താണ്? ശ്രുതി പ്രചുര ദർശിതമാണ്. ഭഗവാൻ എങ്ങനെയാ നമുക്കറിയുന്നത്? വേദവേദ്യേ പരേ പുംസീന. വേദത്തിലൂടെ മാത്രമേ ഭഗവാനെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. വേദമാണ് മാർഗം. ഭഗവാൻ എങ്ങനെ ഇരുന്നു എന്ന് വേദം പറഞ്ഞു തന്നുണ്ട്. അപ്പൊ ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം. ശ്രുതു പ്രചര ദർശിത പ്രചുര വൈഭവ. വേദങ്ങളാൽ പറയപ്പെട്ട വൈഭവത്തോട് കൂടിയവനെ. വേദങ്ങളാണ് നമുക്ക് വൈഭവത്തെ കാണിച്ചു തന്നിട്ടുള്ളത്. ശ്രീപദേ, ലക്ഷ്മീപദേ, ഹരേ, അല്ലയോ വിഷ്ണു, ജയ ജയ, ജയിച്ചാലും. ഇതാ പറഞ്ഞത്. ഹരേ ജയ ജയ പ്രഭോ. പ്രഭോ എന്നവിടെ നിൽക്കട്ടെ. ഇവിടെ എന്താ പറഞ്ഞു? ശ്രുതി പ്രകര ദർശിത പ്രചുര വൈഭവ ശ്രീപദേ ഹരേ ജയ ജയ. അതാണ് ഇവിടെ പറഞ്ഞത്. വേദത്താൽ പ്രദർശിപ്പിക്കപ്പെട്ട മഹത്തായ വൈഭവത്തോട് കൂടിയവനായ അല്ലയോ വിഷ്ണു ഹരേ, അങ്ങ് ലക്ഷ്മീകാന്ത, അങ്ങ് ജയിച്ചരുളിയാലും. ഇതാണ് പറഞ്ഞത്. എന്നിട്ട് പറയണ പ്രഭോ, അല്ലയോ പ്രഭോ, സർവവ്യാപിയായ ഭഗവാനെ, പദമുപൈഷിദിഷ്ട്യ ദൃശോഹോ. ദിഷ്ട്യ, എന്റെ ഭാഗ്യം കൊണ്ട്, ദൃശോഹോ പദം ഉപൈഷി, എന്റെ കണ്ണുകളുടെ മാർഗത്തിൽ വന്നു നിന്നു. ഭാഗ്യം കൊണ്ട് എന്റെ കണ്ണുകൾക്ക് അങ്ങ് വിഷയമായി. എനിക്ക് അങ്ങയെ കാണാൻ കഴിഞ്ഞു. ദിഷ്ട്യ ദൃശോഹോ പദം ഉപൈഷി. ഭാഗ്യം കൊണ്ട് എനിക്ക് അങ്ങ് എന്റെ കണ്ണിന്റെ മുമ്പില് വന്നു നിന്നു. അന്തർദൃശ്യത്തിൽ കണ്ടതാണല്ലോ. പിന്നെ എന്ത് വേണം? പുരുഷ്വധിയമാശുമേ. ആശു, വേഗത്തിൽ
മേധിയം എന്റെ ബുദ്ധിയെ, ധീ ധിയോ ധിയഃ ധിയം സ്ത്രീലിംഗമാണ്. എന്റെ ബുദ്ധിയെ, എങ്ങനെയുള്ള ബുദ്ധി? ഭുവന നിർമ്മിതവും കർമ്മഠാം ധിയം, ഭുവനം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തി ചെയ്യാനുള്ള ബുദ്ധിയെ കുരുഷ്വ ആക്കി തന്നാലും, താമസിയാതെ എന്റെ ബുദ്ധിയെ ഭുവന നിർമ്മാണത്തിന് യോജിച്ച തരത്തിലാക്കി ചെയ്താലും, എനിക്ക് ഭുവന നിർമ്മാണം ചെയ്യണം, അതാണ് എന്റെ ഡ്യൂട്ടി. അത് ചെയ്യാൻ മറന്നുപോയിരിക്കുക ഞാൻ. അതുകൊണ്ട് വേഗം തന്നെ എനിക്ക് അതിനുള്ള വഴി, എന്റെ ബുദ്ധിയെ അതിന് തക്കവണ്ണം ആക്കി തന്നാലും മമ ധിയമാശു കുരുഷ്വ, എന്റെ ബുദ്ധിയെ അങ്ങനെ ആക്കി തരൂ. എങ്ങനെ ആക്കി തരണം? ഭുവന നിർമ്മിതവും കർമ്മടാം ധിയം കുരുഷ്വ, ഭുവന നിർമ്മിതിയിൽ എങ്ങനെ പ്രവർത്തിച്ചാൽ ശരിയാകുമോ ആ ബുദ്ധി എനിക്ക് ഉണ്ടാക്കി തരൂ. ഇത്രയുമാണ് ബ്രഹ്മദേവൻ പറഞ്ഞത്. ഇവിടെ നാരായണ ഭട്ടതികാരൻ ഇപ്രകാരം ദ്രുഹീന വർണ്ണിത സ്വഗുണബംഹിമ, സ്വന്തം ഗുണത്തേക്ക് എങ്ങനെ വർണ്ണിച്ചില്ല അങ്ങനെയുള്ള മഹാനായ അങ്ങ് മാം പാഹി, എന്നെ രക്ഷിക്കൂ എന്ന്. അത് അന്വയം എളുപ്പ എന്താണ്? ശ്രുതി പ്രകര ദർശിത പ്രചുര വൈഭവ ശ്രീപദേ ഹരേ ജയ ജയ. അങ്ങനെ തന്നെയല്ലേ? പ്രഭോ ദിഷ്ട്യ ദൃശോഹോ പദം ഉപൈഷി, അങ്ങ് ഭാഗ്യം കൊണ്ട് എന്റെ ദൃഷ്ടികൾക്ക് മുമ്പിൽ വന്നു ചേരുന്നു. അതുകൊണ്ട് ആശു വേഗത്തിൽ, മേധിയം എന്റെ ബുദ്ധിയെ, ഭുവന നിർമ്മിതവും കർമ്മടാം കുരുഷ്വ ഭുവന നിർമ്മിതിക്ക് പ്രാപ്തനാക്കി ചെയ്യൂ. ഇതി ദ്രുഹിണ വർണ്ണിത എന്താണ് സ്വഗുണബംഹിമ മാം പാടി. ഇങ്ങനെ ബ്രഹ്മദേവനാൽ വർണ്ണിക്കപ്പെട്ട മഹത്വത്തോടു കൂടിയ മഹാനായ അങ്ങ് എന്നെ രക്ഷിച്ചാലും. എളുപ്പമാണ് തന്നെയാണ് ഇതില്. ആശു മേധിയം ഭുവന നിർമ്മിതവും കർമ്മടാം കുരുഷ്വ എന്ന് മാത്രം തിരിച്ചു പറയണ്ടു. ഇതി ദ്രുഹിണ വർണ്ണിത സ്വഗുണബംഹിമ മാം പാഹി. പിന്നെ ഹേ പ്രഭോ ദൃശോഹോ പദമുപൈഷി. ഇത്രയല്ലോ എളുപ്പം. ഒരിക്കൽ പറയാം. ശ്രുതി പ്രകര ദർശിത പ്രചുര വൈഭവ ശ്രീപദേ ഹരേ ജയ ജയ. ഹേ പ്രഭു ദിഷ്ട്യ ദൃശോഹോ പദം ഉപൈഷി. ആശു മേധിയം ഭുവന നിർമ്മിതൗ കർമ്മഠാം കുരുഷ്വ. ഇതി ദ്രുഹിണ വർണ്ണിത സ്വഗുണബംഹിമ മാം പാഹി. പദങ്ങൾ നോക്കൂ. ശ്രുതി പ്രകര ദർശിത പ്രചുര വൈഭവ ഒറ്റപ്പദം. ശ്രീപദേ ഹരേ ജയ ജയ. പ്രഭോ പദം ഉപൈഷി. ദിഷ്ട്യ ദൃശോഹോ കുരുഷ്വ ധിയം ആശു മേ ഭുവന നിർമ്മിതൗ കർമ്മഠാം. ഇതി ദ്രുഹിണ വർണ്ണിത സ്വഗുണബംഹിമ പാഹി. അടുത്ത ശ്ലോകത്തിൽ പറയണ ലഭസ്വ ഭുവനത്രയീരചന ദക്ഷതാമക്ഷതാം ഗൃഹാണ മഹത്മദനുഗ്രഹം കുരു തപശ്ച ഭൂയോ വിധേ ഭവത്വഖില സാധനി മയി ച ഭക്തിരത്യുത്കടേതി ഉദീര്യഗിരിമാദദ ഗിരമാദദ ഉദിതചേത സംവേദസം. ഇതിൽ പറയണ ലഭസ്വ, ഭഗവാൻ തിരിച്ചു പറഞ്ഞു ലഭിക്കട്ടെ. ലഭസ്വ പ്രാപിക്കൂ. എന്തിനെ? ഭുവനത്രയീരചന ദക്ഷതാം അക്ഷതാം. അക്ഷതാം ഒരു തരത്തിലും കുറവ് വരാത്ത തരത്തില് ഭുവനത്രയീരചന ദക്ഷതാം. മൂന്ന് ലോകത്തെയും, മൂന്ന് ലോകം എന്ന് പറയാൻ കാരണമാണ് ഭുവനത്രയം എന്ന് പറയാൻ കാരണം. എല്ലാ ലോകവും ഉണ്ടെന്നാലും ഭുവനത്രയത്തെ രക്ഷിക്കാനുള്ള അക്ഷതയായിട്ട് ഒരു കുഴപ്പവുമില്ലാത്ത തരത്തില്, ഒരു ഹാനിയും തട്ടാത്ത തരത്തില് മൂന്ന് ലോകത്തിനെയും സൃഷ്ടിക്കാനുള്ള രചന ദക്ഷത, സൃഷ്ടിക്കാനുള്ള ദക്ഷത എന്ന് വെച്ചാൽ സാമർഥ്യം. ആ സാമർഥ്യത്തെ ലഭസ്വ, നിനക്ക് ലഭിക്കട്ടെ. മൂന്ന് ലോകവും സൃഷ്ടിക്കാനുള്ള കഴിവ് നിനക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അടുത്തത് പറയാം ഗൃഹാണ മതനുഗ്രഹം. മതനുഗ്രഹം ഗൃഹാണ. എന്റെ അനുഗ്രഹം ദാ പിടിച്ചോ, നിനക്ക് തരാം. എന്റെ അനുഗ്രഹത്തെ സ്വീകരിച്ചുകൊള്ളൂ. ഗുരു തപശ്ച ഭൂയോ വിധേ. ഹേ വിധേ ഭൂയഹ തപഹ ഗുരു. വീണ്ടും തപസ് അനുഷ്ഠിക്കൂ. വിധേ എന്ന് ബ്രഹ്മദേവൻ വിധിയെ സംബോധന കവേ എന്നതുപോലെ. വിധേ അല്ലയോ വിധി, നീ വീണ്ടും തപസ് അനുഷ്ഠിക്ക്. അപ്പൊ എന്താ ഉണ്ടാവുക? ഭവതി ആ സമയത്തുണ്ടാകും. എന്താണ്? അഖില സാധിനീമയി.
എല്ലാം സാധിപ്പിച്ചു തരുന്നതായ എന്നിൽ ഭക്തി അത്യുത്കടാ ഭവതു അഖില സാധനി മൈച ഭക്തിരുത്കടാ ഇതി എന്നാണ് വാക്ക്. അതുകൊണ്ട് പറഞ്ഞു ഭവതു നിനക്ക് ഭവിക്കട്ടെ. എന്താണ് ഭവിക്കേണ്ടത്? ഭക്തി ഭവതു, ഭക്തി ഉണ്ടാകട്ടെ. അത് ഭക്തി എങ്ങനെയുള്ളതാണ്? അഖില സാധി മയി ഭക്തി, എന്നിലാണ് ഭക്തി ഉണ്ടാകേണ്ടത്. അതെങ്ങനെയാണ്? അഖില സാധനി, എല്ലാ കാര്യത്തെയും സാധിപ്പിച്ചു തരുന്നതായ എന്നിലുള്ള ഭക്തി നിനക്ക് ഭവത്തു ഉണ്ടാകട്ടെ. ഇതി എന്ന് ഉദീര്യ, എന്ത് ഉദീര്യ? ഗിരമുദീര്യ എന്ന് വാക്കിനെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു? മുദിത ചേതസം വേദസം ആദധാഹ. വേദസം ബ്രഹ്മദേവനെ മുദിത ചേതസം സന്തോഷ മനസ്സുള്ളവനാക്കി ആദദാഹ ചെയ്തു തീർത്തു. അങ്ങനെ ചെയ്തു ആ ബ്രഹ്മദേവനെ അങ്ങോട്ട് സന്തുഷ്ടനാക്കി. എങ്ങനെയാ സന്തുഷ്ടനാക്കിയത്? നിനക്ക് എന്താണ് വേണ്ടത്? തപഹ ഭൂയഹ, ഗുരു തപസ് ചെയ്യൂ. മയി എന്നിൽ അഖില സാധിനി ഭക്തി അത്യുത്കടാവതു, എല്ലാ കാര്യവും നേടിത്തരാൻ പറ്റുന്നതായ എന്നിലുള്ള ഭക്തി നിനക്ക് നന്നായി വരട്ടെ, അത്യുത്കടമായി വരട്ടെ, അത്യുച്ഛമായി വരട്ടെ എന്ന് മുദിത ചേതസം വേദസമാദദാഹ, അല്ലെങ്കിൽ വേദസം മുദിത ചേതസമാദദാഹ, ബ്രഹ്മദേവനെ സന്തുഷ്ടനാക്കി തീർത്തു. ഇത് ഗിരമുദീര്യ എന്ന് വാക്കിനെ പറഞ്ഞിട്ട്. അത് മാത്രമല്ല പറഞ്ഞത്, അതിന് മുമ്പിൽ പറഞ്ഞു ഹേ വിദേ അക്ഷതാം ഭുവനത്രയീ രചന ദക്ഷതാം ലഭസ്വ. ഒരു കോട്ടം തട്ടാത്ത തരത്തിൽ 3 ലോകത്തിനെയും സൃഷ്ടിക്കാനുള്ള ദക്ഷത നിനക്കുണ്ടാകട്ടെ. പോരാ, മതനുഗ്രഹം ഗൃഹാണ, അത് അനുഗ്രഹം തന്നിരിക്കുന്നു, സ്വീകരിച്ചോളൂ. അഖില സാധനി മയി അത്യുത്കടാ ഭക്തി, അല്ലെങ്കിൽ മയി ഭക്തി അത്യുത്കടാവതു, എല്ലാ കാര്യം നേടിത്തരുന്ന എന്റെ ഭക്തി നിനക്ക് ഉച്ചതമായി വരട്ടെ. ഇതി ഗിരമുദീര്യ എന്ന് വാക്ക് പറഞ്ഞുകൊണ്ട് വേദസമുദിത ചേതസം ആദധാഹ, ആ ബ്രഹ്മദേവനെ സന്തുഷ്ടനാക്കി തീർത്തു. ഇതാണ് ഉണ്ടായത്. ബ്രഹ്മദേവന് സന്തോഷാവുന്ന കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കും. എന്തൊക്കെയാണ് നോക്കിയുള്ള എളുപ്പത്തില്. അത് ആദ്യം തന്നെ വിധേ എന്ന് പറഞ്ഞെടുത്തു. എന്നിട്ട് പറഞ്ഞു ഭുവനത്രയീ രചന ദക്ഷതാം അക്ഷതാം, അല്ലെങ്കിൽ അക്ഷതാം ഭുവനത്രയീ രചന ദക്ഷതാം ലഭസ്വ മദനുഗ്രഹം ഗൃഹാണ ഹേ വിധോ ഭൂയഃ തപഃ ച കുരു. എന്നിട്ട് പറയണ അഖില സാധനി മയി ഭക്തി ച അത്യുത്കടാ ഭവതു ഇതി ഗിരം ഉദീര്യ വേദസം മുദിത ചേതസം ആദധാഹ. അവിടെ ഒരു അല്ലെ അർത്ഥം മനസ്സിലാക്കിയ എളുപ്പം. വേദസ്സിനെ മുദിത ചേതസ്സാക്കി മാറ്റി. വേദസം മുദിത ചേതസം ആദധാഹ, ബ്രഹ്മദേവനെ സന്തോഷമുള്ള മുഖത്തോട് കൂടിയവനാക്കി തീർത്തു. എന്താ കാരണം? ആദ്യം തന്നെ ലഭസ്വ, ലഭിക്കട്ടെ എന്ന് പറഞ്ഞു. എന്താണ് ലഭിക്കട്ടെ എന്ന് പറഞ്ഞത്? എന്താണ്? അക്ഷതാം ത്രിഭുവനത്രയീ രചന ദക്ഷതാം, ഒരു കോട്ടമും വരാത്ത തരത്തിൽ 3 ലോകത്തിനെയും സൃഷ്ടിക്കാനുള്ള സാമർഥ്യം ലഭസ്വ, നേടിക്കോ. മദനുഗ്രഹം ഗൃഹാണ, എന്റെ അനുഗ്രഹം തരാം, അതും സ്വീകരിച്ചോ. ഭൂയഃ ഹേ വിധോ തപഃ കുരു, അല്ലയോ ബ്രഹ്മദേവ വീണ്ടും തപസ് ചെയ്യൂ. എന്നിട്ടോ തപസ് ചെയ്താൽ എന്താ ഉണ്ടാവുക? അഖില സാധനി മയി ഭക്തി അത്യുത്കടാ ഭവതി, എല്ലാം സാധിപ്പിച്ചു തരുന്ന എന്റെ ഭക്തി ഉണ്ടല്ലോ അത് നിനക്ക് ശ്രേഷ്ഠമായി വരട്ടെ. ഇടികിരം ഉദീര്യ എന്ന് വാക്കിനെ പറഞ്ഞ് വേദസം ബ്രഹ്മദേവനെ മുദിത ചേതസം സന്തോഷചിത്തനാക്കി ആദദാഹ ആക്കി തീർത്തു. ഇതാണ് കേട്ടാ. ഇവിടെ പദങ്ങൾ പിരിക്കാം. ആദ്യം ലഭസ്വ ഭുവനത്രയീ രചതാം അക്ഷതാം ഗൃഹാണ മദനുഗ്രഹം കുരു തപഃ ച ഭൂയഃ വിധേ ഭവതു അഖില സാധനി മയി ച ഭക്തി അത്യുത്കടാ ഇതി ഉദീര്യ ഗിരം ആദധാഹ മുദിത ചേതസം വേദസം. വേദസ് ബ്രഹ്മദേവന്റെ ബ്രഹ്മാവിനെ സന്തോഷിപ്പിച്ചു, ബ്രഹ്മാവിന് ഇതൊക്കെ കൊടുത്തു.
നിനക്ക് 3 ലോകത്തെയും സൃഷ്ടിക്കാനുള്ള കരുത്തുണ്ടാകട്ടെ. എന്റെ അനുഗ്രഹം നിനക്ക് കിട്ടുമാറാകട്ടെ. വീണ്ടും തപസ് ചെയ്യേ, എല്ലാം സാധിപ്പിച്ചെടുക്കുന്ന എന്റെ ഭക്തി നിനക്ക് തഴച്ചു വളരട്ടെ. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറഞ്ഞ ബ്രഹ്മാവിനെ അങ്ങോട്ട് സന്തോഷിപ്പിച്ചു. അതാണ് ഇതിന് അർത്ഥം. അപ്പൊ അത് അന്വയം വന്നത് എളുപ്പല്ലേ? വിദേ അക്ഷതാം ഭുവനത്രയീ രചനദക്ഷതാം ലഭസ്വ മദനുഗ്രഹം ഗൃഹാണ തപഃ ഭൂയഃ കുരു നന അഖില സാധനീ മയി ഭക്തി ച അത്യുത്കടാ ഭവതു ഇതി ഗിരം ആഭാഷ്യ ആഭാഷ്യ ലൗദീര്യ വേദസം ഉദിത ചേതസം ആദധാഹ. ഞാൻ അടുത്ത ശ്ലോകത്തിൽ പറയണം. അപ്പൊ എന്ത് ചെയ്തു? പറയില്ലേ, തപസ് ചെയ്യാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് ആദ്യം തപസ് ചെയ്യാൻ പുറപ്പെട്ടു ബ്രഹ്മദേവൻ. ശബ്ദം കൃതതപാസ്തദഃ സകലു ദിവ്യ സംവത്സരാൻ അവാപ്യ ച തപോബലം മതിബലം ച പൂർവാധികം ഉദീക്ഷ്യ കില കമ്പിതം പയസി പങ്കജം വായുന ഭവദ്ബല വിസൃംഭദഃ പവനഭേദസി പീതവാൻ. എന്ത് ചെയ്തു? ശബ്ദം കൃതസ്തപസ് ദിവ്യ സംവത്സരാൻ കൃതതപഃ. ശബ്ദം കൃതതപഃ. എത്ര? ശബ്ദം ദിവ്യ സംവത്സരം. ദേവവർഷത്തിലെ 100 വർഷങ്ങൾ കൃതതപഃ തപസ്സനുഷ്ഠിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ആര്? സഹാഖലു. അദ്ദേഹമാകട്ടെ, ആ ബ്രഹ്മദേവനാകട്ടെ, ഭഗവാന്റെ അഭിപ്രായം അനുസരിച്ച് ഇത്രയും സംവത്സര കാലം, ദിവ്യ സംവത്സരത്തിലെ 100 വർഷം വീണ്ടും തപസ്സനുഷ്ഠിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അവാപ്യ കിട്ടി. എന്താണ്? പൂർവാധികം തപോബലം. തപോബലം അതിബലം ച പൂർവാധികം അവാപ്യ. മുമ്പത്തേക്കാളും തപോബലവും അതിബലവും കിട്ടി. അത് രണ്ടും കിട്ടിയപ്പോഴ് ഉദീക്ഷ, അപ്പോഴാ കണ്ടത് ഒരു കാര്യം. എന്താണ്? കില കമ്പിതം പയസി പങ്കജം വായുന. പയസി, വെള്ളത്തിലെ പങ്കജം, ഈ താമര ഉണ്ടല്ലോ, താനിരിക്കുന്ന താമര. വായുന കമ്പിതം ഉദീക്ഷ്യ, വായു ഇട്ടുണ്ടോ ഒലയ്ക്കുക, കാറ്റിട്ടുണ്ടോ ഒലയ്ക്കുക, അതാണിരിക്കുന്ന ആ താമര. അത് കണ്ടപ്പോഴ് ഭവദ്ബല വിസൃംഭിതഃ, ഭഗവാന്റെ ബലമുണ്ടല്ലോ, ഭഗവാന്റെ അനുഗ്രഹം എനിക്കുണ്ട്, ഭഗവാന്റെ പിൻബലമുണ്ട് എന്നുള്ള പ്രഭാവത്താൽ പവന പാഥസി, പവനത്തിനെയും പാഥസിനെയും, കാറ്റിനെയും വെള്ളത്തെയും പീതവാൻ കുടിച്ചു. കാറ്റും വെള്ളവും ഉള്ളിലേക്ക്, കാറ്റിനെയും നപാദ്വായും എന്നാണ് ഭാഗവതത്തിൽ. ആ വായുവിനെ അങ്ങോട്ട് കുടിച്ചു, ആ വെള്ളത്തിനെയും അങ്ങോട്ട് കുടിച്ചു. അതില് ഇതിൽ എന്താ പറഞ്ഞിട്ട്? അധഹാ സഹാകലു, അദ്ദേഹമാകട്ടെ ശതം ദിവ്യ സംവത്സരാൻ കൃതതപഃ, 1000 ദിവ്യവർഷങ്ങൾ തപസ് ചെയ്ത് പൂർവാധികം അതിബലം തപോബലം അതിബലം ച അവാപ്യ, പണ്ടത്തെക്കാളും തപോബലവും ബുദ്ധിബലവും നേടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പങ്കജം പയസി വായുന കമ്പിതം ഉദീക്ഷ്യ, അപ്പോഴാണ് താമര കാറ്റിനാൽ വെള്ളത്തിൽ ഉലയ്ക്കപ്പെടുന്നതായി കണ്ടത്. ഉടനെ ഭവദ്ബല വിസൃംഭിതഃ, ആ ഭഗവാന്റെ പിൻബലമുണ്ട് എന്നുള്ളത് കൊണ്ടുള്ളതായ ശക്തിയാൽ പ്രഭാവമുള്ളവനായി പവന പാഥസി പീതവാൻ, ആ ജലത്തിനെയും ആ വായുവിനെയും കുടിച്ചു. പീതവാൻ, ഉള്ളിലേക്കാക്കി. അതേപോലെ എന്താ പറയുന്നത്? തദഹ സഹാഖലു ദിവ്യ സംവത്സരാൻ അല്ല ശതം ദിവ്യ സംവത്സരാൻ കൃതതപഃ പൂർവാധികം തപോബലം മതിബലം ച അവാപ്യ പയസി പങ്കജം വായുന കമ്പിതം ഉദീക്ഷ്യ ഭവദ്ബല വിജൃംഭിതഃ പവനപാഥസി പീതവാൻ കില. അർത്ഥം വ്യക്തമായില്ലേ? അന്വയം എളുപ്പാണ്. 100 വർഷങ്ങൾ ഇങ്ങനെ തപസ് ചെയ്തു, പണ്ടത്തേക്കാൾ മതിബലവും തപോബലവും കിട്ടി. അപ്പോഴാണ് കാറ്റ് കിടന്നൊലയ്ക്കുന്നത് കണ്ടത്. ഉടനെ കാറ്റിനെയും വെള്ളത്തിനെയും കുറിച്ചു. ഇതാണ്. അപ്പം ശതം കൃതതപഃ തദഹ സഹ ഖലു ദിവ്യ സംവത്സരാൻ അവാപ്യ ച തപോബലം മതിബലം ച പൂർവാധികം ഉദീക്ഷ്യ കില കമ്പിതം പയസി പങ്കജം വായുന
ഭവദ്ബല വിജൃംഭിതഃ പവനപാഥസി പീതവാൻ. ഇതിലെ പീതവാൻ, ദൃഷ്ടവാൻ, ആരൂഢവാൻ എന്നൊക്കെ ഈ കഥവത് പ്രത്യേകം ധാരാളം വന്നിട്ട് ആ സംസ്കൃതം പഠിക്കുന്നവരുണ്ട്. അടുത്ത ശ്ലോകത്തിൽ പറയാണ്, തവൈവ കൃപയാ പുനഃ സരസിജേന തേനൈവ സഹ പ്രകൽപഭുവനത്രയീം പ്രവവൃതേ പ്രജാനിർമ്മിതൗ തദാവിധ കൃപാപരോ ഗുരുമരുത്പുരാധീശ്വര ത്വമാശു പരിപാഹി മാം ഗുരുദയോക്ഷിതൈരീക്ഷിതൈഃ. ആശു മാം പരിപാഹി എന്നാണ് ചോദ്യം. എന്നെ വേഗം രക്ഷിക്കണേ, അധികം ഞാൻ വൈകിക്കാണ്ട് എന്നെ രക്ഷിക്കണേ. ആശു മാം പരിപാഹി, വൈകിക്കാണ്ട് സമയം കളയാണ്ട് എന്നെ രക്ഷിച്ചോളൂ എന്ന് പറയാം. എങ്ങനെ വേണം? ഈക്ഷിതൈഹി, നോട്ടങ്ങളെ കൊണ്ട് രക്ഷിക്കാം, കടാക്ഷം കൊണ്ട് രക്ഷിക്കാം. എങ്ങനെയുള്ള കടാക്ഷമായിരിക്കണം? ഗുരുദയോക്ഷിതൈഹി, കാരുണ്യ. ഗുരു എന്ന് വെച്ചാൽ അവിടെ ഗുരുനാഥനല്ല, ഗൗരവമേറിയ കട്ടിയുള്ള ഗുരുദയ. ചെറിയ ദയൊന്നും പോരാ എന്റെ അടുത്തേക്ക്, ഗുരുദയായിരിക്കണം. കട്ടിയുള്ള ദയയാൽ, ആ കാരുണ്യത്താൽ ഈക്ഷിതമായിരിക്കും. ഗുരുദയ അക്ഷിതൈഹി, ഗുരുദയോക്ഷിതൈഹി, ഗുരുദയത്താൽ ഉക്ഷിതമായിരിക്കണം, തെളിച്ചിട്ടുണ്ടാവണം. അതില് ഗുരുദയോക്ഷിതൈഹി എന്നല്ലേ അല്ലെ വാക്ക്? ഗുരുദയോക്ഷിതൈഹി ഈക്ഷിതൈഹി എന്നാണ്. ഈക്ഷിതമാണ് നോട്ടം, ഉക്ഷിതം തളിച്ചത്, പ്രോക്ഷണം എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, പ്രോക്ഷിക്കുക എന്ന് പറയുന്നില്ലേ. ഇവിടെ ഗുരുദയയാൽ പ്രോക്ഷിതമായിരിക്കും. ഗുരു എന്നുള്ളതിന് ഇവിടെ വെയിറ്റ് ഉള്ളത് എന്നൊക്കെ. നല്ല ദയയാൽ പ്രോക്ഷിക്കപ്പെട്ടതായിരിക്കണം ദൃഷ്ടികൾ. ദയ അങ്ങോട്ട് ചാടി വരണം. അങ്ങനെയുള്ള ഈക്ഷിതങ്ങളെ കൊണ്ട് മാം പാഹി, എന്നെ രക്ഷിക്കും. മാം പരിപാഹി എന്നോ, ചെറിയ പോരാ, ചുറ്റും രക്ഷിക്കാനാ പറഞ്ഞത്. പരിപാഹി, എന്നെ പരിപാലിച്ചോളോ കേട്ടോ എന്ന്. ആശു, അത് താമസരുത്, ആശു വേഗം. ഇങ്ങനെയൊക്കെയാണ്. തവൈവ കൃപയാ പുനഃ വീണ്ടും സഹ സരസിജേന തേനൈവ സഹ ആ ബ്രഹ്മദേവൻ പുനഃ വീണ്ടും തവൈവ കൃപയാ, തവ കൃപയാ, അങ്ങയുടെ കൃപ കൊണ്ട്, തേന സരസിജേന, ആ സരസിൽ നിന്നും, താമരയിൽ നിന്നും ഉണ്ടായ സരസിജനാൽ, ആ ആരാണ്? ബ്രഹ്മദേവനാൽ, ഭുവനത്രയീം പ്രകൽപ്യ, 3 ലോകത്തെയും വിഭക്തിച്ചു. 3 അല്ല 14 ലോകമുണ്ട്. പക്ഷേ ഭൂർഭുവസ്വഹ എന്ന് നമ്മൾ എപ്പോഴും പറയും. അത് 3 മാത്രമായിട്ട് പറയാറ്. ആ ഭൂമിയില് അതലം വിതലം സുതലം പതാളമൊക്കെ അതിൽ ചേർന്നു. ഭുവഹ എന്നുള്ളതിൽ മറ്റൊക്കെ ചേർന്നു. മഹർലോകം, ജനലോകം, തപലോകം ഒക്കെ ചേർന്നു. ഭുവഹ എന്ന് പറഞ്ഞാൽ മുകളിലുള്ള ലോകങ്ങൾ മുഴുവൻ. ഭൂ എന്ന് പറഞ്ഞാൽ ഭൂവും ഭൂമിക്ക് താഴെയുള്ള കൈ. അതുകൊണ്ട് ഭൂർഭുവ സ്വഹ എന്നാണ്. ഭൂവും ഭുവഹ സ്വർഗം, അങ്ങനെ 3. അതുകൊണ്ട് ഭൂർഭുവ സ്വഹ എന്ന് ഒറ്റയടിക്ക് പറയാം അല്ലെ? ഭൂർഭുവ സ്വഹ എന്നല്ലേ നമ്മൾ പറയാറ്. അതുകൊണ്ട് പറയാം. ഇവിടെ എല്ലാ ലോകങ്ങളും എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. 3 ലോകം എന്ന് എടുത്ത് പറഞ്ഞില്ല, എല്ലാ ലോകവും. ഇവിടെ പറയാണ് ആ സരസിജനാൽ ഭുവനത്രയീം പ്രകൽപ്യ, ആ ലോകങ്ങളൊക്കെ അങ്ങോട്ട് വിഭജിച്ചു. എന്നിട്ട് പ്രജാനിർമ്മിതൗ പ്രവവൃതേ, അദ്ദേഹത്താൽ സൃഷ്ടി കാര്യത്തിൽ അങ്ങോട്ട് പ്രവർത്തിച്ചു. എന്ത് ചെയ്തു? തദാവിധ കൃപാപരഃ, അത്രയും കൃപയുള്ളതായ ഭഗവാനെ, ഹേ മരുത്പുരാധീശ്വര, ഗുരുവായൂരപ്പ, നിങ്ങൾ അങ്ങനെ കൃപയുള്ള ആളല്ലേ, അങ്ങൊരു കാര്യം ചെയ്തോളൂ, ആ നോട്ടം ഒന്ന് എന്റെ അടുത്തേക്ക് വിട്ടോളൂ. ഗുരുദയ ഉക്ഷിതൈഹി, ഗുരുദയ ഉക്ഷിതൈഹി, അവിടെ ഗുണസന്ധി വന്നപ്പോ ഗുരുദയോക്ഷിതൈഹി, ഗുരുദയത്താൽ തെളിക്കപ്പെട്ട ഗൗരവമുള്ള ദയയോട് കൂടിയതായ ഈക്ഷിതൈഹി, നോട്ടങ്ങളെ കൊണ്ട്, കടാക്ഷങ്ങളെ കൊണ്ട്, മാം പരിപാഹി, എന്നെ രക്ഷിച്ചാളും, ആശു വേഗത്തിൽ എന്നെ രക്ഷിച്ചാളും. ഇതിലൊന്നുമില്ല. ബ്രഹ്മദേവന് ഭഗവാന്റെ കൃപ കിട്ടിയപ്പോഴ് ലോകസൃഷ്ടി ആരംഭിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അങ്ങനെ ബ്രഹ്മദേവനെ അനുഗ്രഹിച്ച ഗുരുവായൂരപ്പ, അങ്ങ് കാരുണ്യത്തോടുകൂടി എന്നെ ഒന്ന് നോക്കി എന്നെയും രക്ഷിക്കൂ എന്ന് പ്രാർത്ഥന. ഇതാണ് ഈ കാര്യം. അവിടെ നോക്കൂ. പുനഃ സഹ തവൈവ കൃപയാ തേന സരസിജേന, എന്ത് ചെയ്തു? ഭുവനത്രയീം പ്രകൽപ്യ പ്രജാനിർമ്മിതൗ പ്രവവൃതേ.
പ്രവർത്തിക്കപ്പെട്ടു എന്നാണ്. തേന പ്രവൃതേ കേട്ടാ, അദ്ദേഹത്താൽ പ്രവർത്തിക്കപ്പെട്ടു. തദാവിധ കൃപാപരഃ ഗുരുമുരുത്പുരാധീശ്വര ത്വം ഗുരുദയോക്ഷിതൈഹി ഈക്ഷിതൈഹി മാം ആശു പരിപാഷ. ഇതാണ് പറഞ്ഞത്. എളുപ്പം കേട്ടാ. തവ ഏവ കൃപയാ പുനഃ സരസിജേന തേന ഏവ സഹ പ്രകൽപ്യ ഭുവനത്രയീം പ്രവവൃതേ പ്രജാനിർമിതൗ തദാവിധ കൃപാപരഃ ഗുരുമരുത്പുരാധീശ്വര ത്വം ആശു പരിപാഹി മാം ഗുരുദയോക്ഷിതൈഹി ഈക്ഷിതൈഹി. അങ്ങനെ ബ്രഹ്മദേവൻ റെഡി, സെറ്റിൽഡ്. ഇതിന് ലോക സൃഷ്ടിക്ക് റെഡിയായി എന്നതാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അംബോജസംഭവനും അൻപോട് നീന്തിബത വൻമോഹവാരിതിയിൽ എന്നേടമോർത്ത് മമ വൻപേടി പാരമിവൻ അൻപോടടായ്വതിന് മുമ്പേ തൊഴാമടികൾ നാരായണായ നമഃ.